അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പുണ്യമായ ഈ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമ്മളെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദുആയിനെ അള്ളാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ദിക്റിൻ്റെ മജ്ലിസിൻ്റെ താഴെ ഒരുപാട് പേരാണ് ദുആ വസിയത്ത് പറയാറുള്ളത്. ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വയറ്റിൽ ഒരു മുഴ പോലെ വന്ന് അത് ഓപ്പറേഷൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അതോടൊപ്പം തന്നെ ഈ സഹോദരിക്ക്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു 15 വർഷം മുമ്പ് തലയിൽ ബ്രെയിൻ ട്യൂമർ വന്നിട്ട് ഓപ്പറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രയാസമുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക്, ആ ഉമ്മാക്ക് എല്ലാവിധത്തിലുള്ള രോഗശിഫാവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൽ അല്ലാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും കൊടുക്കുമാറാവട്ടെ. ഒരുപാട് പേരിങ്ങനെ ബ്രെയിൻ ട്യൂമറാണ്, അതുപോലെ കിഡ്നിക്ക് പ്രോബ്ലമാണ്, അതുപോലെ തന്നെ വലിയ പ്രയാസമാണ്, രോഗമാണ്, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാം. അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ ശിഫയാവാൻ പറ്റിയ ഒരുപാട്, നമുക്ക് ഖുർആനിലും ഹദീസിലൊക്കെ കാണാൻ പറ്റുന്ന ഒരുപാട് ദിക്റും അതുപോലെ ആയത്തുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ മജ്ലിസിൽ പറയുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്ന ദിക്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഏതെല്ലാം പ്രവാചകന്മാരുണ്ടോ എല്ലാവരും അവരുടെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുള്ള വാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ തൃപ്തിയുള്ളത്, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, ആ ഒരു പുണ്യമായ വചനം ഈ ലോകം മുഴുവനും നമുക്ക് നിറച്ചു വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള അതിവിശാലമായ ഒരു വാക്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം മുറാദുകളുണ്ടോ ആ മുറാദുകളെല്ലാം അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. ഒന്നിച്ചു പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله. ഇനി നമ്മൾ പറയുന്നത് നമുക്കൊക്കെ ഒരുപാട് മുറാദുകളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഹാജത്തുകളുണ്ട്. അതെല്ലാം അള്ളാഹു നിറവേറ്റി തന്നാൽ എത്രയോ സന്തോഷമായിരിക്കും നമുക്ക് ഇൻഷാ അല്ലാഹ്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് കിട്ടാനും നമ്മുടെ ഹാജത്തുകൾ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാനും നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനോടൊന്ന് ദുആ എന്നാലോ. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ, അല്ലാഹുമ്മ ഖ്ളി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത് 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 അല്ലാഹുമ്മ ഖ്ളി ഹാജാതിനാ. ഇനി നമ്മൾ പറയുന്നത്, നമ്മൾ എല്ലാ ദിവസവും നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹയിലെ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന അള്ളാഹുവിൻ്റെ 2 പേരുകളുണ്ട്, ഇസ്മുകളുണ്ട്. അള്ളാഹുവിനെ ഇത്രമേൽ പ്രിയമായ വേറൊരു ഇസ്മില്ല എന്നാണ്. കാരണം അള്ളാഹുവിനെ ഈ 2 ഇസ്മുകൾ ചേർത്ത് പറയലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു താല സൂറത്തുൽ ഫാത്തിഹയിൽ ഇത് രണ്ടും ഇങ്ങനെ ആവർത്തിച്ച് നമുക്ക് പറയാൻ പ്രചോദനമാകുന്ന തരത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ 2 ഇസ്മുകളെന്ന് പറഞ്ഞാലോ, ഒന്നിച്ചു പറഞ്ഞോ. അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹു തരുമാറാവട്ടെ. പറഞ്ഞോളി, യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് 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 യാ റഹ്മാനു യാ
الله يا رحيم يا الله يا رحمن يا 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 الله يا رحيم يا الله يا قاضي الحاجات. ഇനി നമ്മൾ പറയുന്നത് ദുആഉൽ ഖർബാണ്. അതായത് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും സന്താപങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്ന, സ്വഹാബിമാർ പറഞ്ഞിരുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദുആയാണ് ദുആഉൽ ഖർബ്. ആ പേര് തന്നെ എന്താ, തുടച്ചു നീക്കുന്ന എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല നമുക്ക് മാറ്റിത്തരുന്ന പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ അത്? എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ. അല്ലാഹു തആല ഈ ദിക്ർ പറയുമ്പോൾ ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ എല്ലാം അല്ലാഹു തആല മാറ്റി സലാമത്ത് തരുമാറാവട്ടെ. ആമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش الكريم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ സർവ്വകാര്യങ്ങളും ചോദിക്കുന്ന ഒരു ദുആയാണ് വിശുദ്ധമായ ഖുർആനിലെ ഒരു ദുആ അല്ലേ? എല്ലാ മുഅ്മിനീങ്ങളും മുറങ്ങാതെ പറയുന്നൊരു ദുആയാണ്. നമുക്കതൊന്ന് പറഞ്ഞാലോ? എല്ലാ കാര്യവും ചോദിച്ചിട്ടുള്ള ദുആയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ആതിനാ
في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار സ്വഹാബിമാരൊക്കെ അവരുടെ ജീവിതകാലത്ത് ഒരുപാട് പറഞ്ഞിരുന്നൊരു ഇസ്തിഗ്ഫാർ ഉണ്ട്. അതൊന്ന് പറഞ്ഞാലോ? അവർ പറയുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത ഏറെയാണ് അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളും ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയവരാണ്. എല്ലാം അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. ഇസ്തിഗ്ഫാർ പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം إنه كان غفارا أستغفر الله العظيم 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 إنه كان غفارا അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ നിത്യമായി പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ചില വാക്കുകളാണ്.
ഔലിയാക്കന്മാർ നിത്യമായി ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ആ ഔലിയാക്കന്മാരെ ആ ഒരു പദവിയിലേക്ക് ഉയർത്താൻ കാരണമായ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. അല്ലാഹു വാലി, അല്ലാഹു ഷാഫി, അല്ലാഹു കാഫി, അല്ലാഹു ബാഖി, 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 അല്ലാഹു വാലി, അല്ലാഹു ഷാഫി, അല്ലാഹു കാഫി, അല്ലാഹു ബാഖി. ഇനി നമ്മൾ പറയുന്നത് മഹത്തുക്കളായ മശായിഖന്മാർ നിത്യമായി അവർ പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ വിറുതുകളിൽപ്പെട്ട അതിമഹത്തായ അള്ളാഹുവിനെ വളരെയധികം വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോട്ടോ. ഇതെല്ലാം അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹുവിന് അത്രമാത്രം ഇഷ്ടപ്പെട്ട ആളുകൾ പറഞ്ഞ പ്രധാനപ്പെട്ട ചില വചനങ്ങളാണ് പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ, 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 യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു
ദയ്യാനു യാ സുബ്ഹാൻ യാ ഹന്നാനു യാ മന്നാനു യാ 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 ദയ്യാനു യാ സുബ്ഹാൻ യാ ഹന്നാനു യാ മന്നാനു. അള്ളാഹുവിന് 99 പേരുകളുണ്ടെന്നറിയാലോ. ആ 99 പേരുകളിൽ ഏത് പേര് പറഞ്ഞാലും അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന് ഒരുപാട് തൃപ്തിയാണ് അത് പറയുന്ന അടിമക്ക്. അത് പറയുന്ന അടിമയെ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഈ 99 പേരിലും പല പേരുകളും ഇസ്മുൽ ആളമാണെന്ന് അഭിപ്രായമുണ്ട്. അത്തരത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു പേരാണ് നമ്മൾ ഒന്നിച്ച് പറയാൻ പോകുന്നത്. ഇത് പറയുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹു തരുമാറാവട്ടെ. ആമീൻ. യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് 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 യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഇന്ന് നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ 99 പേരുകളിലെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ വളരെ പ്രിയമുള്ള ചില പേരുകളാണ്. ഈ പേരുകൾ പറയുന്നത് അത് പറയുന്നവരെ അള്ളാഹു താലാക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ ഒന്നിച്ചു പറയുകയാണ്. പറഞ്ഞോ. യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ
മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ്. ഒരുപാട് രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും രോഗങ്ങളും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ രോഗങ്ങൾ ശിഫയാവണം. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാവാൻ വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്താലോ? എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ ഇശ്ഫി അംറാളനാ വ അംറാള മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാള്. അല്ലാഹുമ്മ ഇശ്ഫി അംറാളനാ വ അംറാള മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാള്. അല്ലാഹുമ്മ ഇശ്ഫി അംറാളനാ വ അംറാള മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാള്. അല്ലാഹുമ്മ ഇശ്ഫി അംറാളനാ വ അംറാള മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാള്. അല്ലാഹുമ്മ ഇശ്ഫി അംറാളനാ വ അംറാള മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാള്. അല്ലാഹുമ്മ ഇശ്ഫി അംറാളനാ വ അംറാള മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാള്. അല്ലാഹുമ്മ ഇശ്ഫി അംറാളനാ വ അംറാള മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാള്. അല്ലാഹുമ്മ ഇശ്ഫി അംറാളനാ വ അംറാള മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാള്. അല്ലാഹുമ്മ ഇശ്ഫി അംറാളനാ വ അംറാള മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാള്. അല്ലാഹുമ്മ ഇശ്ഫി അംറാളനാ വ അംറാള മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാള്. അല്ലാഹുമ്മ ഇശ്ഫി അംറാളനാ വ അംറാള മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാള്. അല്ലാഹുമ്മ ഇശ്ഫി അംറാളനാ
وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. ഇനി നമ്മൾ പറയുന്നത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 5 ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ നേട്ടങ്ങൾ നമുക്ക് വേഗത്തിൽ കിട്ടുന്ന സ്വലാത്താണ് അദദ് സ്വലാത്ത്. നമ്മളൊക്കെ ചൊല്ലുന്ന സ്വലാത്താണ്, പലപ്പോഴും നമ്മൾ മജ്‌ലിസിൽ ഒരുപാട് വട്ടം ചൊല്ലിയിട്ടുള്ള സ്വലാത്താണ്. സ്വലാത്ത് ചൊല്ലിയതാണെന്ന് പറഞ്ഞ് ചൊല്ലാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്നിച്ച് ചൊല്ലിയാലോ? ഒരു വട്ടം ചൊല്ലിയാൽ തന്നെ നിരവധി ഫലമാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് സുന്ദരമായ പവിത്രമായ ഈ ഒരു ടൈമിൽ നമ്മൾ ചൊല്ലിയാൽ നിരവധി പ്രതിഫലമാണ്. ചൊല്ലിയാലോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. നമ്മൾ സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നമ്മുടെ ഈ മദ്രസയിലൊക്കെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് അല്ലേ? മദ്രസയിലും അതുപോലെ തന്നെ നമ്മൾ ഈ ദുആക്ക് ശേഷമെല്ലാം ചൊല്ലുന്ന സ്വലാത്ത്, സാധാരണ സ്വലാത്ത്, ഒരുപാട് നേട്ടമുള്ള സാധാരണക്കാരുടെ സ്വലാത്ത് എന്ന് പറയാൻ പറ്റും അല്ലേ? ഒരുപാട് നേട്ടങ്ങളാണ് ആ സ്വലാത്ത്. നമുക്കൊന്ന് ചൊല്ലിയാലോ? ചൊല്ലിക്കോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയ ദിക്റുകളും തസ്ബീഹുകളും അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ ഇസ്മുകളും സ്വലാത്തുകളും എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. അപ്പോൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പതിവായിരുന്നു, ദ്വാരക്കുന്നതിന് മുമ്പ് നബിതങ്ങൾ എന്ത് ചെയ്യും, സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ദ്വാരക്കുമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ? നമ്മൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് ദ്വാരെന്നാൽ വേഗത്തിൽ അല്ലാഹു തആല ഒന്നുകൂടി വേഗത്തിൽ അല്ലാഹു തആല ആ ദ്വാ സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്ക് ദ്വാരക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദ്വായിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദ്വായിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഒന്ന് ചോദിക്കും, ഈ നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ വെറുതെ ഒന്ന് കേട്ടിരുന്നാൽ തന്നെ അവർക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ പുണ്യം കിട്ടുന്നതാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا
أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار അർഹമുർറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ ഒരുപാട് നിനക്ക് ഇഷ്ടപ്പെട്ട ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട് തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ മുത്തായ റസൂലിന്റെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞ മജ്ലിസാണ് ഈ ഇരിക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ ഞങ്ങളെല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാഹു ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ് ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ് എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും നീ നൽകണേ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഉസ്താദുമാര് ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാര് കൂട്ടുകാര് നാട്ടുകാര് വേണ്ടപ്പെട്ടവര് ആരെല്ലാം ഉണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ മരണപ്പെട്ടുപോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ് ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാഹുവേ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ ഉമ്മമാരെയും നീ സ്വീകരിക്കണേ എല്ലാ ഉപ്പമാരെയും നീ ഖബൂലാക്കണേ കൊച്ചുമക്കളെ നീ സ്വീകരിക്കണേ അല്ലാഹു എല്ലാ സഹോദരിമാർക്കും എല്ലാവിധ ഖൈറും നീ കൊടുക്കണേ അല്ലാഹുവേ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണ് സങ്കടത്തിലാണ് ഞങ്ങളുടെ ഉപജീവനത്തിൽ നീ ബറക്കത്ത് തരണേ ഞങ്ങളുടെ കച്ചവടം നീ ലാഭകരമാക്കണേ ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ ഞങ്ങളുടെ തൊഴിലിൽ നീ ബറക്കത്ത് നൽകണേ ഞങ്ങളുടെ കൃഷിയിൽ നീ എല്ലാവിധത്തിലുള്ള ഖൈറും നൽകണേ അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് മുഅ്മിനീങ്ങളാണ് ഓരോ ദിവസവും ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ പ്രത്യേകം ദുആരക്കാൻ വസിയ്യത്ത് പറയുന്നത് ആരെല്ലാം എന്തെല്ലാം ദുആ വസിയ്യത്ത് പറയുന്നുണ്ടോ അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാഹുവേ മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അല്ലാഹുവേ എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും പ്രത്യേകിച്ച് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും നീ കാക്കണേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ മക്കളെ അല്ലാഹുവേ ഉന്നതമായ പഠനം നീ അവർക്ക് കൊടുക്കണേ റഹ്മാനെ അവരുടെ പഠനത്തിൽ നീ മികവ് കൊടുക്കണേ അവരുടെ വളർച്ചയും ഉയർച്ചയും കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ പടച്ചവനെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്ക് ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്ക് വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്ക് വീട് പണി നടക്കുന്നവരുണ്ട് റഹ്മാനെ അവരുടെ വീട് പണി നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാഹുവേ പടച്ചവനെ ജോലിയില്ലാതെ വിഷമിക്കുന്നവര് അല്ലാഹു വിദേശത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്നു റഹ്മാനെ അവർക്കെല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങള് ഖൈറായ ഇണകൾ അവർക്ക് നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ അല്ലാഹുവേ പടച്ചവനെ ജീവിക്കുന്ന കാലത്തോളം നിന്നെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിലായി ഇഖ്ലാസിലായി ജീവിച്ച് മരിക്കാൻ നീ തൗഫീഖ് തരണേ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് മുഅ്മിനീങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കഴിയുകയാണ് അതുപോലെ തന്നെ പല റിസൾട്ടുകളും പല ടെസ്റ്റിന്റെ റിസൾട്ടും കാത്തിരിക്കുകയാണ് റഹ്മാനെ
എല്ലാവർക്കും എല്ലാവിധ ഖൈറും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വേദനിപ്പിക്കല്ല റഹ്മാനെ, വിഷമിപ്പിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, എന്തെല്ലാം മുസീബത്തുകൾ നീ ഞങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടോ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ടെല്ലാം മുസീബത്ത്, ആപത്ത്, സിഹർ, കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ. ഹജ്ജിനും ഉംറക്കും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. പരിശുദ്ധമായ മുഹറം മാസത്തിൽ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടോ, ചെയ്തിട്ടുണ്ടോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഇനിയുള്ള പുണ്യമായ ദിനങ്ങളിൽ ഒരുപാട് ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹു ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഫലസ്തീൻ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ഒരുപാട് പ്രദേശത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. അവർക്കെല്ലാവർക്കും നീ സഹായം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട്, കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അല്ലാഹുവേ ആദാബാകുന്ന മഴയെ തൊട്ട് കാക്കണേ അല്ലാ, ഷർറാകുന്ന മഴയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. കഠിനമായ വെയിലുള്ള സ്ഥലങ്ങളുണ്ട്, അല്ലാഹുവേ പടച്ചവനെ, വെയിലിൽ നിന്നും നീ ഞങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. കഠിനമായ ചൂടിൽ നിന്നും രക്ഷയായി ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാ. മഴ നീ ഞങ്ങൾക്ക് അദാബാക്കല്ലേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അൽഹംദുലില്ലാ, നമ്മുടെ മജ്ലിസിനെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞ ദിക്റും ഔറാദുകളും തസ്ബീഹുകളും സ്വലാത്തുകളും എല്ലാം അല്ലാഹു തആല പരിപൂർണമായി ഖബൂലാക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.